ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുക. കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ. ഈശോ ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സ്വർഗമുണ്ടെന്നും ഈ ലോക ജീവിതം ഈ ലോകം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് തീരുകയില്ലെന്നും ഇതിനുശേഷം സ്വർഗത്തിൽ എത്തുമെന്നും നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെന്നും കർത്താവ് തിരുനാളിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത് വിശ്വസിക്കാത്ത ശിഷ്യരെ, അവരുടെ ഹൃദയ കാഠിന്യത്തെ, കർത്താവ് വിശ്വാസരാഹിത്യത്തെയൊക്കെ കർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അവസാനമായി തന്റെ ശിഷ്യഗണത്തെ ഭരമേൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഒരു മാമോദീസ സ്വീകരിച്ച വ്യക്തി, സ്ഥൈര്യലേപനം സ്വീകരിച്ച വ്യക്തി, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന കാലത്തോളം ചെയ്യേണ്ട പ്രഥമമായ ഒരു ദൗത്യമാണ് കർത്താവിന്റെ സുവിശേഷം ഈ ലോകം മുഴുവൻ പ്രഘോഷിക്കുക എന്നുള്ളത്. അത് അവന്റെ ഡ്യൂട്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവത്തെ പ്രഘോഷിക്കാൻ, ഈശോയെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? ഈ ലോകത്തോടുള്ള ചാച്ചിലുകളാണ്. ഈ ലോകത്തിന്റെ സ്വന്തമായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഒരു സ്വർഗം ഉണ്ടെന്നും സ്വർഗത്തിൽ എത്തണമെന്നും നിത്യജീവിതത്തിൽ പ്രവേശിക്കണമെന്നൊക്കെ എന്റെ ജീവിതം ലോകത്തിൽ കെട്ടിമറിഞ്ഞ് ഈ ലോകത്തിൻ്റെതായ ചെളിക്കുണ്ടുകളിൽ മുഴുകി ജീവിക്കുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കും? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കണം. അത് ഉന്നം വെച്ച് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതം നമ്മൾ നയിച്ചില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നാം ശാരീരികതയിൽ ചെയ്ത നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. പ്രിയ സഹോദരരെ, അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യണത് നോക്കി ഇങ്ങനെ ശിഷ്യര് നിൽക്കാം. അപ്പോ ദൂതന്മാര് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് നോക്കി നിൽക്കണത്? കർത്താവ് എങ്ങനെ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടോ അതുപോലെ തന്നെ തിരിച്ചു വരും. നമ്മുടെ ജീവിതത്തിന് ഒത്തിരി പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈശോയുടെ സ്വർഗാരോഹണം. കാരണം കർത്താവിന്റെ 2-ാം വരവ് മനുഷ്യവർഗത്തെ വിധിക്കാനായി, അവരെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോകാനായി കർത്താവ് വരുമ്പോ കുറ്റമറ്റ ദൈവമക്കളായി സ്വർഗത്തിന് യോജിച്ച വിധത്തിൽ ജീവിച്ചതിന്റെ റിപ്പോർട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടും. ഇന്ന് ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട എന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ റിപ്പോർട്ട് എങ്ങനെയിരിക്കും? സ്വർഗത്തിലേക്ക് കയറാൻ എന്നെ പ്രാപ്തമാക്കുന്നതായിരിക്കും അത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, തിരുത്തപ്പെടേണ്ട ചില മേഖലകളെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ സ്വന്തമായിട്ട് ജീവിക്കരുത്. ഈ ലോകത്തിന്റെ പലതരത്തിലുള്ള ആസക്തികളിൽ പെട്ട് ചെളിക്കുണ്ടിൽ കിടന്ന് മറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് സ്വർഗത്തിന്റെ പടി കയറാൻ പറ്റുന്ന ഒരാള് സ്വപ്നം കാണണ്ട. നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തില് കർത്താവിന് യോജിക്കാത്തത്, സ്വർഗത്തിന് ചേരാത്തത്, സ്വർഗത്തിലേക്ക് എന്നെ കയറ്റാത്ത വിധത്തിലുള്ള എന്തൊക്കെ തിന്മകളാണ്, ലോകത്തിന്റെ ലോകമയമായ എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് ശരിക്കൊന്ന് വിചിന്തനം ചെയ്ത് അതിനെ ദൈവമയമാക്കി മാറ്റാൻ നമ്മൾ ഉത്സാഹിക്കണം. വന്നുപോയ തെറ്റുകളെ എണ്ണി എണ്ണി പറഞ്ഞ് തമ്പുരാന്റെ മുമ്പില് നമുക്ക് കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാം. കർത്താവ് ഈ സമയത്ത് കരുണ കാണിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ്. അവിടുത്തെ കൂദാശകളിലൂടെ അവിടുത്തെ പ്രസാദവരെ നമ്മിലേക്ക് തിരിച്ചു തരാൻ കർത്താവ് റെഡിയാണ്. ഞാനൊരു സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈശോയുടെ കൂടെ കുറച്ചു നേരം നമുക്ക് ഇരിക്കാം. സ്വർഗാരോഹണം ചെയ്യപ്പെട്ട സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോയെ ധ്യാനിച്ചുകൊണ്ട്, കർത്താവെ,
ഞാനും ഒരു ദിവസം അവിടെ ചേരേണ്ട വ്യക്തിയാണല്ലോ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അപാകതകളെ കണ്ടെത്തി തിരുത്തി അങ്ങയുടെ കൂടെ ആയിരിക്കാൻ എന്നെ അപ്രാപ്തനാക്കുന്ന എല്ലാ തിന്മയുടെ ആസക്തികളെയും എന്നിൽ ദൂരീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കുറച്ചു സമയം നമുക്ക് ഈശോയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.